ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഗെയിം വേൾഡ്. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ട്രേഡിംഗ് ഹാൾ പണിതിട്ടുണ്ടായിരുന്നു. അതിൽ വില്ലേജറൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇപ്പം കുറച്ച് വില്ലേജറെ കൊണ്ട് ഇടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. 9 പേരെ മാത്രം, 9 പേരെ അതിനകത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പവർ റെയിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈനിങ്ങിനൊക്കെ പോയി ഭയങ്കര കാര്യമായിട്ടൊക്കെ റെഡ് സ്റ്റോണൊക്കെ മൈൻ ചെയ്ത് വന്ന് ഇവിടെ റെസിപ്പി വെക്കുമ്പോഴാണ് റെഡ് സ്റ്റോൺ മാത്രമല്ല ഗോൾഡും കൂടെ വേണമെന്നാണ് അവർ പറയുന്നത്. ഞാൻ 3 സ്റ്റാക്കിൻ്റെ അടുത്ത് ഇത് പോരല്ല 3 സ്റ്റാക്കിൻ്റെ അടുത്ത് റെഡ് സ്റ്റോൺ ടെസ്റ്റ് കളക്ട് ചെയ്തിട്ട് വന്ന് ഇപ്പം പറയുക ഗോൾഡും കൂടെ വേണം. അതുകൊണ്ട് ഞാൻ അത് ഉപേക്ഷിച്ചു. ഞാൻ അല്ലാണ്ട് തള്ളിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. എന്നെ കൊണ്ട് ഗോൾഡും കൂടെ താപ്പാൻ കുറേ നേരം ഇരിക്കുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് 9 വില്ലേജർ, കറക്റ്റ് 9 വില്ലേജർ അവിടെയുണ്ട്. 9 അല്ല, അതിൽ കൂടുതലുണ്ടാവും. വലുതായത് 9 വരാം. ഞാൻ കൗണ്ട് ചെയ്തായിരുന്നു. അപ്പോൾ 9 വില്ലേജർ ഉണ്ട്. നമുക്ക് ഞാൻ റെയിലാക്കിയപ്പോൾ ലേശം കൂടിപ്പോയി. കാര്യം കണ്ട റെയിലല്ലേ, നമുക്ക് എപ്പോൾ വേണേലും ആവശ്യം വരും. അതുകൊണ്ട് തന്നെ വലിയ കാര്യമാക്കി എടുത്തുമില്ല. ഞാൻ ഇവിടുന്ന് തുടങ്ങാം. അയ്യോ, ബെഡ് വേണം. 9 പേർക്കുള്ള ബെഡ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ട് വെക്കാനാണ്. അതപ്പോൾ നോക്കാം. നമുക്ക് കുതിരേനെ കൊണ്ടുവരാം. ഞാൻ റെയിൽ വെച്ചിട്ടുണ്ട്. ഒരു 14 റെയിൽ ബാക്കി വന്നു. കുഴപ്പമില്ല. ഈ റെയിലെല്ലാം ഞാൻ തന്നെ പൊട്ടിച്ചോളയുണ്ട്. എന്തായാലും കുറച്ച് നാളത്തേക്ക് ആ റെയിൽ അവിടെ തന്നെ കാണും. നല്ല റെയിൽ ബാക്കി വരൂല, കാരണം നമുക്ക് അവിടെയും വെക്കാനുണ്ട് ഉള്ളിൽ. ആദ്യം വില്ലേജറെല്ലാം കൊണ്ടിടാം, എന്നിട്ട് നമുക്ക് ബെഡ് വെക്കാതായിരിക്കും നല്ലത്. ഞാനിവരെ എല്ലാവരും ഒന്ന് പിടിച്ചിടട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിക്കാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ പരിപാടി തന്നെ ഒന്നും കൂടെ ഒരു 8 പ്രാവശ്യം കൂടെ ചെയ്യണം. അപ്പം അത് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഫുള്ളല്ല 8 പേരെ ആക്കാമെന്നും പറഞ്ഞു പോയിട്ട് ഞാനിവിടെ ഈ ഒരു വരിയും കംപ്ലീറ്റ് ആക്കി, ഇവിടെ പകുതിയാക്കി. കുറച്ചേറെ സമയമെടുത്ത്. ഡേ നോക്കുവാണെങ്കിൽ ഞാൻ 70 എത്രയിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതായത് 98ആയി. അത്രയും നേരം ഞാനിരുന്ന് കളിച്ച് മുകളിലൊന്നും ചെയ്തിട്ടില്ല. അതും കൂടെ ആയിരുന്നെങ്കിൽ എൻ്റെ ഇടപാട് തീർന്നേനെ. ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ മാക്സ് ആക്കിയിട്ടുണ്ട്. നമുക്ക് തുടക്കം ഇത് കിട്ടിയത് ഇവൻ്റെ നിന്നായിരുന്നു. കണ്ടില്ലേ, ഇവനെ ട്രേഡ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യത്തെ കുറച്ച് എമറാൾഡ് ഒപ്പിച്ചത്. പിന്നെ ഇത് കണ്ട, അയ്യോ ഇതല്ല, ഇത് കണ്ട, യുവമാരുടെ നിന്ന് മേടിച്ചതാണ്. ഇത് യുവമാരെ ലെവലപ്പ് ചെയ്യാൻ വേണ്ടി അതാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. ഇത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തതല്ല, യുവമാർ തന്നെയാണ്. ഇത്രയും പേരെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന എന്നെ സോംബി അടിച്ചു. ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പം ഇവിടെ വന്ന സോംബി ഇത് തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഇവന് ഇതുപോലെ ഒന്നും കൊടുത്തിട്ടുമില്ലായിരുന്നു. ഈ ചെറുതും
ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവനെ ഒന്നും ചെയ്തില്ല. ഇവിടെ ഉണ്ടായിരുന്ന വില്ലേജറെ സോംബി അടിച്ചു. ലാസ്റ്റ് ഞാൻ തന്നെ അവനെ തല്ലിക്കൊന്നു. അല്ലാണ്ട് ഇപ്പോൾ സോംബീനെ കാണിച്ചിട്ട് എനിക്ക് തന്നെ ചെയ്യാൻ. ഇപ്പം ഇത്രയും സെറ്റാക്കി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫുൾ സെറ്റ് ഓഫ് ഡയമണ്ട് ആർമർ ടൂൾ എനിക്ക് ഇവിടെ തന്നെ കിട്ടും. ഇതാ കണ്ട, ശവലം പിക്കാസ് ഇവൻ തരും. ഇവന് തന്നെ ഞാൻ തോന്നുന്നു തരുന്നത്. ഇവൻ ആക്സും പിക്കാസും തരും. ഇവൻ ആക്സും പിക്കാസും ഹോ വേറെ ഏതൊരുത്തും തരും. ഹോയും കൂടി ഉണ്ടായിരുന്നു. ഏതവനാ തരുന്നത്? ഇവനാന്ന് തോന്നുന്നു. അതാ ഡയമണ്ട് ഹോയും ഇവൻ തരും. ഇപ്പം ഫുള്ള് സെറ്റ് സാധനങ്ങളാണ്. പിന്നെ ആർമറും തരും ഇവിടുന്ന്. ഈ ഒരു 4 പേരെ ആക്കിയപ്പോൾ തന്നെ എനിക്ക് ഫുൾ സെറ്റ് ഓഫ് ഡയമണ്ട് ആർമർ ടൂളും ആയി. കാണിച്ചു തരാം. ഇവന്മാരെ ഞാൻ മാക്സ് ആക്കിയിട്ടുണ്ട്. ഇതാ മാസ്റ്ററൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതാ ഇവിടെ ലെഗിൻസും ഹെൽമെറ്റും തരും. ഇവിടെ അതന്നെയാന്ന് തോന്നുന്നു. അല്ല, ഇവിടെ ലെഗിൻസും ചെസ്റ്റ് പ്ലേറ്റും ബൂട്ടും കൂടെ ആയാലായില്ലേ? അതെ, ഇവൻ ബൂട്ടും കൂടെ തരും. ഓ, ഇവനെ മാക്സ് ആക്കിയില്ല. അപ്പോൾ ഇവനെ ആക്കി കാണൂല. ഇവനെ മാക്സ് ആക്കിയില്ല. ഓ, ഇവർ 2 പേരും ബൂട്ട് തരും. കൊള്ളാം. പിന്നെ ഇവനോട് ഞാൻ വലുതായി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ വലുതായി. നീ ചൊമ്പി ഒന്നും അടിക്കരുത്. ഇവിടെ അവൻ ജോലി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എളുപ്പമാണ്. ഞാൻ ഓരോരുത്തരെ കൊണ്ടുവരുന്ന കേട്ടോ എളുപ്പം. അല്ലെങ്കിൽ ഇവന്മാർ ഞാൻ ഇവിടെ ഇത് വെക്കും, എന്നിട്ട് അവിടെ ഇപ്പം ഇവൻ്റെ മുമ്പിൽ വർക്ക് സ്റ്റേഷൻ വെച്ച് ഇവിടെ ഉള്ളവനായിരിക്കും ജോലി എടുക്കുന്നത്. അതെനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആക്കിക്കൊണ്ടിരുന്നപ്പോൾ പണി കിട്ടിയതാണ്. ഇവനെ ആദ്യം കൊണ്ടുവന്ന് ഇവനെ ട്രേഡ് ചെയ്തു. എന്നിട്ട് ഇവിടുത്തെ ഉള്ള എല്ലാവരെയും ഞാൻ ആദ്യം കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ വെക്കുമ്പോൾ ഇവിടെ വെച്ച് കഴിയുമ്പോൾ അങ്ങ് അപ്പുറത്തുള്ളവനെടുക്കും. അവിടെ വർക്ക് സ്റ്റേഷൻ വെക്കുമ്പോൾ ഇവിടെ ഉള്ളവനെടുക്കും. ഭയങ്കര ചൊറയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരെ കൊണ്ടുവരാൻ നിന്നത്. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്നവൻ ചത്തുപോയി. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായേനെ. എൻ്റെ അയണൊക്കെ തീർന്നു. ഇനി അവിടെ പോയി എഫ് കേൾക്കണം. അപ്പോഴത്തേക്കിന് സമയത്തിൻ്റെ ഡേ 100 കഴിയും. നമുക്ക് 100ാമത്തെ ദിവസം എന്തെങ്കിലും ഒന്ന് പ്രത്യേകതയായിട്ട് ചെയ്യണം. എന്തെങ്കിലും. അപ്പം ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത്. ഓക്കെ, ബൈ.